ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ സ്പീക്കിംഗ് സ്കില്ലിലെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കോമൺ കോഴ്സിലെ 4th മൊഡ്യൂളിൽ സ്പീക്കിംഗ് സ്കില്ല്, അതിൽ ചില കോൺവെർസേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് പ്രസൻറ്റേഷൻ ആൻഡ് പ്രാക്ടീസ് അല്ലേ. ഇവിടെ സുമ, ഫർഹാന ആൻഡ് മെറിൻ, classmates at High Brains College, are making plans for the coming weekend. വരുന്ന വീക്കെൻഡിൽ വീക്കെൻഡ് എങ്ങനെ ചിലവഴിക്കണം എന്നുള്ളൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് സുമ, ഫർഹ ആൻഡ് മെറിൻ. Go through the conversation and circle expressions and phrases that you find interesting and relevant. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആൻഡ് ഫ്രേസസ്, ഈ 2 കാര്യങ്ങൾ നിങ്ങൾ സർക്കിൾ ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ സുമ പറയാണ്, ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് തേഴ്സ്ഡേ ടുഡേ, ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ദിസ് വീക്കെൻഡ്? അങ്ങനെയാണ്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് തേഴ്സ്ഡേ ടുഡേ, ഡു യു ഹാവ് എനി പ്ലാൻസ് ഫോർ ദിസ് വീക്കെൻഡ്? ഇപ്പോൾ ഫർഹ പറയാണ്, ഗുഡ് മോർണിംഗ് സുമ, സോ ഫാർ നത്തിങ്, ഐ തിങ്ക് ഗോയിങ് ഫോർ എ മൂവി വിൽ ബി നൈസ്. ഓക്കെ, അപ്പം എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ? ഇപ്പോൾ ഈ വീക്കെൻഡ് എങ്ങനെ ചിലവഴിക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടോ എന്ന് സുമ ചോദിക്കുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട്, ഇപ്പോൾ ഇതുവരെ ഒരു പ്ലാനുമില്ല, എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ഗോയിങ് ഫോർ എ മൂവി വിൽ ബി നൈസ്, നമുക്ക് സിനിമ പോകുന്നത് നന്നായിരിക്കും, സിനിമയ്ക്ക് പോകുന്നത് നന്നായിരിക്കും എന്ന് പറയാണ്. അപ്പം മെറിന് പറയാണ്, ഐ വുഡ് പ്രിഫർ നോട്ട് ടു, യു നോ സിനിമാക്സ് ഈസ് ഷോയിങ് ദ എൻചാൻറ്റഡ്, ആസ് ഫാർ ആസ് ഐ നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പം മെറിൻ പറയാണ്, ഓ എനിക്ക് തോന്നുന്നത് എനിക്ക് സിനിമയ്ക്ക് പോവണ്ട എന്ന്. ഐ വുഡ് പ്രിഫർ നോട്ട് ടു ഗോ ടു സിനിമ. അപ്പോൾ അത് നല്ലൊരു എക്സ്പ്രഷനാണ് അല്ലേ, അത് സർക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഐ വുഡ് പ്രിഫർ നോട്ട് ടു, യു നോ സിനിമാക്സ് ഈസ് ഷോയിങ് ദ എൻചാൻറ്റഡ്, തിയേറ്ററിൻ്റെ പേര് സിനിമാക്സ് അല്ലേ, ദ എൻചാൻറ്റഡ് സിനിമയുടെ പേര്, അവിടെ എൻചാൻറ്റഡ് ആണ് കളിക്കുന്നത്. ആസ് ഫാർ ആസ് ഐ നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇൻട്രസ്റ്റിംഗ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അത്ര തന്നെ ഇൻട്രസ്റ്റിംഗ് അല്ല ആ ഒരു സിനിമ എന്നുള്ളത് ആണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഫർഹ പറയാണ്, ഐ അഗ്രി വിത്ത് സുമ, ഐ അഗ്രി വിത്ത് സുമ, ഐ ഹാവ് സീൻ ഇറ്റ്സ് ട്രെയിലർ, ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ്. അപ്പോൾ ഫർഹ മറ്റൊരാളാണ് അല്ലേ, അപ്പോൾ 3 ആൾ ഉള്ള ഒരു സംഭാഷണമാണല്ലോ. അപ്പോൾ ഫർഹ പറയാണ്, എനിക്കും തോന്നുന്നത് എന്താണ്, അതിൻ്റെ ട്രെയിലർ കണ്ട സമയത്ത് എനിക്ക് നല്ല ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്, ഇറ്റ്സ് റിയലി എക്സൈറ്റിംഗ് ഫിലിമാണെന്ന് തോന്നുന്നു. അപ്പോൾ മെറിൻ പറയാണ്, ഇഫ് യു ടു അഗ്രി ഓൺ ഗോയിങ് ഐ ക്യാൻ സീ നോ റീസൺ ടു ഓപ്പോസിറ്റ്. നല്ലൊരു എക്സ്പ്രഷനാണ്, അത് സർക്കിൾ ചെയ്യാൻ പറ്റും. ഇഫ് യു ടു അഗ്രി ഓൺ ഗോയിങ്, രണ്ടാളും അതിന് അഗ്രി ചെയ്യുകയാണെങ്കിൽ ഐ ക്യാൻ സീ നോ റീസൺ ടു ഓപ്പോസിറ്റ്, അതായത് ഐ ക്യാൻ സീ നോ റീസൺ ടു ഓപ്പോസിറ്റ് നല്ലൊരു എക്സ്പ്രഷനാണ്. കാരണം അതിനെ എനിക്ക് ഒപ്പോസ് ചെയ്യുന്നതിലൊരു അർത്ഥമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഡോണ്ട് യു തിങ്ക് മീറ്റിംഗ് അറ്റ് സമ്മർ പിസ്സ ഹൗസ് വിൽ ബി എ നൈസ് ഐഡിയ? നമുക്കൊരു 3 പേർക്ക് ഒരുമിച്ച് കൂടണ്ടേ? ആദ്യം ഒരുമിച്ച് കൂടുന്നത് സമ്മർ പിസ്സ ഹൗസിൻ്റെ അടുത്ത് നിന്നായിക്കോട്ടെ, അത് നല്ലൊരു ഐഡിയ അല്ലേ? ഐ ഹാവ് നോട്ട് ബീൻ ദർ ഫോർ എ ലോങ് ടൈം, കുറേ കാലമായിട്ട് ഞാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ സുമ പറയാണ്, ഇറ്റ്സ് ഗുഡ് ബട്ട് ഐ ആം അഫ്രൈഡ് വി വോണ്ട് ഹാവ് ഇനഫ് ടൈം ടു സ്പെൻഡ് ദർ. ഓ അത് നല്ലത് തന്നെയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് വി വോണ്ട് ഹാവ് ഇനഫ് ടൈം ടു സ്പെൻഡ് ദർ, പക്ഷെ അവിടെ ചിലവഴിക്കാൻ അത്രയ്ക്ക് സമയമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ഇറ്റ് വുഡ് ബി ബെറ്റർ ടു ഗോ ദർ ആഫ്റ്റർ ദ ഫിലിം. എനിക്ക് തോന്നുന്നു, സുമ പറയാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു
എന്താണ്, സിനിമയ്ക്ക് ശേഷം അവിടേക്ക് പോകുന്നതാണ് നല്ലത്. അല്ലാതെ അവിടെ പോയിട്ട് പിന്നെ സിനിമ കാണാനുള്ള സമയം ഉണ്ടാവും. ഫർഹ വാട്ട് ഡു യു തിങ്ക്? ഫർഹ വാട്ട് ഡു യു തിങ്ക്? പിന്നെ പറയാണ്, ഫർഹ പറയാണ്, ഐ ആം വിത്ത് യു ഓൺ ദിസ്. ഓക്കെ, അതായത് ഞാൻ നിന്നോട് നിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. വെൻ ഷുഡ് വി മീറ്റ്? നമ്മൾ ഇനി എപ്പോഴാണ് കണ്ടുമുട്ടുക? അപ്പോൾ എവിടെയെന്നുള്ളത് ഓക്കെ ആയി, എപ്പോഴാണ് കണ്ടുമുട്ടുക? അപ്പം മെറിൻ, വെൽ ദ മൂവി ഈസ് ഷോയിങ് അറ്റ് 2 PM and 4 PM. I prefer the first one. എനിക്ക് ഫസ്റ്റത്തെ ഷോ, അതായത് 2 മണിക്കുള്ള ഷോ ആണ് എനിക്കിഷ്ടം എന്ന് പറയും. അപ്പോൾ സുമ പറയുന്നത്, ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ ഹാഡ് ഇൻ മൈ മൈൻഡ്. ഞാനും വിചാരിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. വി ക്യാൻ മീറ്റ് അറ്റ് സമ്മർ പിസ്സ ഹൗസ്. അത് നല്ലൊരു എക്സ്പ്രഷനാണ്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ ഹാഡ് ഇൻ മൈ മൈൻഡ്. നമ്മുടെ മനസ്സിലില്ലെങ്കിലും അങ്ങനെയൊന്ന് പറയുന്നത് നല്ലതാണ്. നമുക്ക് ഒരാളുടെ അഭിപ്രായത്തോട് യോജിക്കാം. വി ക്യാൻ മീറ്റ് അറ്റ് സമ്മർ പിസ്സ ഹൗസ് അറ്റ് 5:15 PM. ദാറ്റ് വിൽ ഗിവ് അസ് പ്ലെൻറ്റി ഓഫ് ടൈം ടു എൻജോയ് അവർ പിസ്സ. അപ്പോൾ നമുക്ക് എന്താണ്, പിസ്സ ഹൗസിൽ 5:15 നമുക്ക് പിസ്സ ഹൗസിൽ വെച്ച് കാണാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ആ പിസ്സ നമുക്ക്, ദാറ്റ് വിൽ ഗിവ് അസ് പ്ലെൻറ്റി ഓഫ് ടൈം ടു എൻജോയ് അവർ പിസ്സ കഴിക്കാൻ വളരെ സമയം കിട്ടും. അപ്പം വളരെ എൻജോയ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ മെറിൻ പറയാണ്, മൈ കസിൻ ദൃശ്യ ഈസ് ഇൻ ടൗൺ. കെൻ ഐ ബ്രിങ് ഹർ അലോങ്? എൻ്റെ കസിൻ ഉണ്ട് ദൃശ്യ, അവർ ടൗണിലാണ്. ഓക്കെ, സോ ഐ ആം വിത്ത് യു ഓവർ ദിസ്. വാട്ട് ഷുഡ് വി മീറ്റ്, വെൻ ഷുഡ് വി മീറ്റ് അതൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഐ ഹാഡ് ഇൻ മൈ മൈൻഡ്. വി ക്യാൻ മീറ്റ് അറ്റ് സമ്മർ പിസ്സ ഹൗസ് അറ്റ് 5:15 PM. ദാറ്റ് വിൽ ഗിവ് അസ് പ്ലെൻറ്റി ഓഫ് ടൈം ടു എൻജോയ് അവർ പിസ്സ. പിന്നെ മെറിൻ പറയാണ്, മൈ കസിൻ ദൃശ്യ ഈസ് ഇൻ ടൗൺ, ക്യാൻ ഐ ബ്രിങ് ഹർ അലോങ്? അപ്പോൾ സുമ പറയുന്നു, ഐ വുഡ് ഡിസഗ്രി വിത്ത് ദാറ്റ് ഐഡിയ. ഇറ്റ് സീംസ് വി വോണ്ട് ഹാവ് പ്രൈവസി. അപ്പോൾ സുമയ്ക്ക് ഇഷ്ടമല്ല, അതായത് അവരുടെ കസിൻ ദൃശ്യയെ കൊണ്ടുവരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ഒരു പ്രൈവസി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ പറയാണ്, ഐ വുഡ് ഡിസഗ്രി വിത്ത് ദ ഐഡിയ. പക്ഷേ ഇത് നല്ലൊരു എക്സ്പ്രഷൻ അല്ല. ഡയറക്റ്റായിട്ട് പറയാണ്, ഐ വുഡ് ഡിസഗ്രി വിത്ത് ദ ഐഡിയ. അപ്പോൾ ഫർഹ പറയാണ്, ഐ കുഡിൻറ്റ് അഗ്രി വിത്ത് യു മോർ. ഓക്കെ, ഇറ്റ്സ് ക്ലിയർലി ദാറ്റ് യു വുഡ് റാദർ ഐ ഡിഡൻറ്റ് ബ്രിങ് ഹർ അലോങ്. അപ്പോൾ രണ്ടുപേരും അഗ്രി ചെയ്യുന്നില്ല. അപ്പം മെറിൻ പറയാണ്, ഇറ്റ്സ് ക്ലിയർ ദാറ്റ് യു വുഡ് റാദർ ഐ ഡിഡൻറ്റ് ബ്രിങ് ഹർ അലോങ്. അപ്പോൾ ഇവിടെ യു വുഡ് റാദർ ഐ ഡിഡൻറ്റ് ബ്രിങ് ഹർ അലോങ്, അത് നല്ലൊരു എക്സ്പ്രഷനാണ്. എനിക്ക് അവളെ കൂട്ടാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. യു വുഡ് റാദർ ഐ ഡിഡൻറ്റ് ബ്രിങ് ഹർ അലോങ്. ദാറ്റ്സ് ഓൾ റൈറ്റ്. Let there be only 3 of us. Agreed? Let there be only 3 of us. Agreed. ഓക്കെ, നമ്മൾ 3 ആൾ മതി എന്ന് വിചാരിക്കും. അപ്പോൾ സുമ പറയാണ്, ഷുവർ. സോ വി പ്ലാൻ ടു ഗോ ടു ദ മൂവി അറ്റ് 2. ഏതായാലും നമ്മൾ 2 മണിക്ക് സിനിമയ്ക്ക് പോകാൻ വിചാരിക്കുകയാണ്. ഹാവ് പിസ്സ ആഫ്റ്റർ ദ മൂവി ആൻഡ് ഷോപ്പ് അറ്റ് മൈക്കിൾസ് ആഫ്റ്റർവാർഡ്. ഓക്കെ, പിന്നെ ഷോപ്പിംഗ്, റൈറ്റ്? അപ്പോൾ സാറ, എക്സാക്ട്ലി, ടിൽ ദെൻ ബൈ. ഓക്കെ, വീണ്ടും കാണുന്നത് വരെ ബൈ. പിന്നെ അടുത്തത് മെറിൻ പറയാണ്, സി യു സൂൺ. അടുത്ത എക്സസൈസ് 1, അണ്ടർലൈൻ ദ യൂസ്ഫുൾ എക്സ്പ്രഷൻസ് ഫോർ ദ ഡയലോഗ് അബവ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ ദ അപ്രോപ്രിയേറ്റ് കോളംസ്. ഞാൻ പറഞ്ഞു, ഡയലോഗുകളിലൊക്കെ ഞാൻ പറഞ്ഞതാണ് നേരത്തെ, ഇമ്പോർട്ടൻ്റ്. ഇപ്പോൾ ഫസ്റ്റ് മുതൽ ഇങ്ങോട്ട് പറയുന്ന സമയത്ത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്? ഐ വുഡ് പ്രിഫർ നോട്ട് ടു എന്നുള്ള നല്ലൊരു ഡയലോഗാണ്. അതുപോലെ ഐ ക്യാൻ സീ നോ റീസൺ ടു ഓപ്പോസ് ഇറ്റ്, നല്ലൊരു ഡയലോഗാണ്, നല്ലൊരു എക്സ്പ്രഷനാണ്. അടുത്തത് ഐ ആം അഫ്രൈഡ് വി വോണ്ട് ഹാവ് ഇനഫ് ടൈം ടു സ്പെൻഡ് ദർ, നല്ലൊരു എക്സ്പ്രഷനാണ്. ഓക്കെ,
Now it's clear that you would rather I didn't bring her along. ഇനിയും നല്ല നല്ല എക്സ്പ്രഷൻസ് ഉണ്ടാവും, അപ്പോൾ നോക്കിയിട്ട് എഴുതുക. അവിടെ അഗ്രിമെൻ്റ് ഏതാണെന്ന് എഴുതുക, ഡിസഗ്രിമെൻ്റ് എഴുതുക, പ്രിഫറൻസ് എഴുതുക. ഈ 3 കാര്യങ്ങളും അവിടെ എഴുതുക കേട്ടോ. അപ്പോൾ ഓരോ ഡയലോഗ് നോക്കിയിട്ടോ അത് അഗ്രിമെൻ്റ് ആണോ ഡിസഗ്രിമെൻ്റ് ആണോ പ്രിഫറൻസ് ആണോ എന്നുള്ളത് നോക്കുക, എന്നിട്ട് ആ കോളത്തിൽ എഴുതുക. അടുത്തത് ലാംഗ്വേജ് ഫോക്കസ് ആണ്. എക്സ്പ്രസിങ് പ്രിഫറൻസ്. വുഡ് റാദർ എന്നുള്ള ആ ഒരു പ്രയോഗം നോക്കൂ. ഐ വുഡ് റാദർ ഗോ ടു എ മൂവി ടു നൈറ്റ് ദാൻ സ്റ്റഡി ഗ്രാമർ. അതിൻ്റെ മീനിങ് എന്താ? വുഡ് റാദർ എക്സ്പ്രസസ് പ്രിഫറൻസ്. അവിടെ പ്രിഫറൻസ് ആണ് കേട്ടോ. അപ്പോൾ നേരത്തെ പ്രിഫറൻസിൻ്റെ കോളത്തിൽ അത് എഴുതിയേക്കാം. ഐ വുഡ് റാദർ ഗോ ടു എ മൂവി ടു നൈറ്റ് ദാൻ സ്റ്റഡി ഗ്രാമർ. അപ്പോൾ ഇൻ എ നോട്ടീസ് ദാറ്റ് ദ സിമ്പിൾ ഫോം ഓഫ് എ വേർബ് ഫോളോസ് ബോത്ത് വുഡ് റാദർ ആൻഡ് ദാൻ. അപ്പോൾ ദാനിൻ്റെ ശേഷവും വുഡ് റാദറിൻ്റെ ശേഷവും ഒക്കെ സിമ്പിൾ ഫോം, അതായത് V1 ആണ് നമ്മൾ ഉപയോഗിക്കുക. ഐ വുഡ് റാദർ ഗോ. പിന്നെ അതുപോലെ ദാൻ സ്റ്റഡി എന്നുള്ളത് V1 ആണ്, ഗോ എന്നുള്ളത് V1 ആണ്. ഓക്കെ, അതുപോലെ ഐ വുഡ് റാദർ സ്റ്റഡി ഹിസ്റ്ററി ദാൻ ബയോളജി. അപ്പോൾ ഇഫ് ദ വേർബ് ഈസ് ദ സെയിം ഇറ്റ് ഈസ് നോട്ട് യൂഷ്വലി റിപ്പീറ്റഡ് ആഫ്റ്റർ ദാൻ. ഐ വുഡ് റാദർ സ്റ്റഡി ഹിസ്റ്ററി ദാൻ സ്റ്റഡി ബയോളജി എന്നിട്ട് ആവശ്യമില്ല. ഐ വുഡ് റാദർ സ്റ്റഡി ഹിസ്റ്ററി ദാൻ ബയോളജി എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, എക്സസൈസ് 2 എക്സ്പ്രസിങ് പ്രിഫറൻസ് വുഡ് റാദർ. ആൻസർ ഇൻ കംപ്ലീറ്റ് സെൻറ്റൻസസ്. Okay, the first one is done for you as an example. You are in town right now. Where would you rather be? You are in town right now. Where would you rather be? Answer it. I would rather be at home now. I would rather be at home now. What would you rather do than go to class? What would you rather do than go to class? എന്താ ചെയ്യുക? ഇപ്പോൾ നേരത്തെ യു ആർ ഇൻ ടൗൺ റൈറ്റ് നൗ. വേർ വുഡ് യു റാദർ ബി? ഐ വുഡ് റാദർ ബി അറ്റ് ഹോം നൗ. വേർ വുഡ് യു റാദർ ഡു വാട്ട് വുഡ് യു റാദർ ഡു ദാൻ ഗോ ടു ക്ലാസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് റാദർ സിറ്റ് ഇൻ ദ I would rather sit in the in the garden or in the ground. Do you want to go to a movie tonight? To a concert? To a zoo tomorrow? I would rather go to the zoo tomorrow. I would rather go to a concert tomorrow. Do you want to play tennis this afternoon? Go bowling. I would rather go bowling, or I would rather go fishing. Do you want to go at the cafeteria at a Chinese restaurant? Do you want to eat at I would rather eat at a Chinese restaurant. Any more expressions on it? Okay, about more expressions or opinions or preferences. I think it has pros and cons. അത് നല്ലൊരു എക്സ്പ്രഷനാണ്. ഐ തിങ്ക് ഇറ്റ് ഹാസ് പ്രോസ് ആൻഡ് കോൺസ്. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതും ചീത്തതുമാണ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇൻ മൈ വ്യൂ ഇറ്റ് ഈസ് ബെറ്റർ ടു പോസ്റ്റ്പോൺ ദ ട്രിപ്പ് until June. Do you think going shopping on Sunday is a good idea? It's not a bad idea. It's not worth the effort. I would like your opinion on my going for tailoring classes. Okay, I would like your opinion on my going for tailoring classes. Could you give us your views on this matter? In my view, it's a potential tourist destination. The way I see it is different from yours. The way I look at it differs from yours.
I beg to differ. I beg to differ. I would rather study French and than German. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ്. ഐ വുഡ് റാദർ സ്റ്റഡി ഫ്രഞ്ച് ദാൻ സ്റ്റഡി ജർമ്മൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, പിന്നെ ജർമ്മൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ പല എക്സ്പ്രഷൻസും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പറയും മൈ വ്യൂ ഇറ്റ്സ് ബെറ്റർ ടു പോസ്റ്റ്പോൺ ദ ട്രിപ്പ്. അതായത് ഒരു പ്രിഫറൻസാണ് ഉള്ളത്. ഡു യു തിങ്ക് ഗോയിങ് ഷോപ്പിംഗ് ഓൺ സൺഡേ, അതും പ്രിഫറൻസാണ്. ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ. ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ. ഓക്കെ, അതൊരു ഒപ്പീനിയനാണ്. ഇറ്റ്സ് നോട്ട് വർത്ത് ദ എഫേർട്ട്. ഒപ്പീനിയൻ. ഐ വുഡ് ലൈക്ക് യുവർ ഒപ്പീനിയൻ ഓൺ മൈ ഗോയിങ് ഫോർ ടൈലറിങ്. അതും ഒപ്പീനിയൻ ചോദിക്കാം. Could you give us your views on this matter? അത് പ്രിഫറൻസാണ് അല്ലേ, അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയാം. ഇൻ മൈ വ്യൂ ഇറ്റ്സ് എ പൊട്ടൻഷ്യൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഒപ്പീനിയൻ. ദ വേ ഐ സീ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം യുവേഴ്സ്. ഒപ്പീനിയൻ. ദ വേ ഐ ലുക്ക് അറ്റ് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം യുവേഴ്സ്. ഒപ്പീനിയൻ. ഐ ബെഗ് ടു ഡിഫർ. പ്രിഫറൻസാണ്. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കാം. ഐ വുഡ് റാദർ സ്റ്റഡി ഫ്രഞ്ച് ദാൻ ജർമ്മൻ. ഓക്കെ, അതും പ്രിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താഴെ ആ ബട്ടൺ അമർത്തിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാൽ അടുത്ത ക്ലാസ്സുകളും ഇങ്ങനെ കിട്ടും. ഓരോ ക്ലാസ്സുകളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നതാണ് കേട്ടോ. Okay, thank you very much.